നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം എടപ്പള്ളിയിലുള്ള മീയുടെ, അതായത് ഷവോമി അല്ലെങ്കിൽ റെഡ്മി എന്നൊക്കെ പറയാം, മീയുടെ സ്റ്റുഡിയോയിലാണ്. നമ്മുടെ എറണാകുളത്ത് തന്നെ നന്ദലത്ത് ജി മാർട്ടിൻ്റെ ഓപ്പോസിറ്റായിട്ട് ലുലു മോളിൻ്റെ ഒക്കെ അടുത്തായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇവിടെ നിങ്ങളെ കുറേ വ്യത്യസ്തമായ കുറച്ച് പ്രോഡക്റ്റുകൾ ഇവർക്കുണ്ട്. അത് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഒപ്പം ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലായിട്ടുള്ള Mi 10T Pro എന്ന് പറഞ്ഞ ഒരു ഫോണും നമ്മൾ സ്വന്തമാക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അൺബോക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫോൺ അൺബോക്സ് ചെയ്തുകൊണ്ട് ഇവരുടെ മറ്റുള്ള പ്രോഡക്റ്റുകളെ കുറിച്ച് കാണാം. അതിനു മുമ്പ് ഇവിടെ ഇവരുടെ കുറേ TV ഇവിടെ ഇരിപ്പുണ്ട്. ആ TV യിൽ നമ്മുടെ വീഡിയോ, അടൽ ടണലിൻ്റെ വീഡിയോ അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഇത് വന്നിട്ട് 55 ഇഞ്ചിൻ്റെ TV ആണ്. പിന്നെ ഇത് വന്നിട്ട് 50 ഇഞ്ചിൻ്റെ TV ആണ്. പിന്നെ ചെറിയ TVകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എനിക്ക് പണ്ട് പോലെ ഉണ്ടായിരുന്നൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ പലരും പല രീതിയിൽ പറഞ്ഞേക്കാം റെഡ്മി, ഷവോമി, മീ എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ എന്താണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സംഭവം ഇവിടെ വന്നപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. റെഡ്മി എന്ന് പറയുന്നത് ഇവരുടെ ഒരു ബ്രാൻഡ്, ഷവോമിയുടെ കീഴിലുള്ള ഒരു ബ്രാൻഡ് നെയിം അല്ല, ഷവോമി മെയിൻ മദർ കമ്പനി, അതിന് കീഴിലുള്ള ബ്രാൻഡ് നെയിമാണ് റെഡ്മി എന്ന് പറയുന്നത്. അവരുടെ തന്നെ ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ പ്രീമിയം പ്രോഡക്റ്റ്സ് ആണ് മീ എന്ന് പറഞ്ഞ് സെല് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഫോൺ മീയുടെ 10T Pro എന്ന് പറയുന്ന ഫോണാണ്. പിന്നെ TV ഒക്കെ മീ ബ്രാൻഡിങ്ങിലാണ് വരുന്നത്. ലാപ്ടോപ്സ് വരുന്നത് മീ ബ്രാൻഡിങ്ങിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ റെഡ്മിയുടെയും മീയുടെയും തമ്മിലുള്ള വ്യത്യാസം. എനിക്ക് അത്രമല്ല, നിങ്ങൾക്കും പലർക്കും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ ഫോൺ എവിടെ? നേരെ ഫോൺ വരട്ടെ, ഫോൺ അൺബോക്സ് ചെയ്യാം. നമുക്ക് ഫോൺ അൺബോക്സ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ യെസ്, തുറന്നോ? യെസ്, തുറന്നോളൂ. Mi 10T Pro 5G ഫോണാണ് ഇത്. അപ്പോൾ ഈ ഫോൺ വന്നിട്ട് ഇത് കോസ്മിക് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ്. 8 GB റാമും 128 GB റോമും വരുന്ന കോൺഫിഗറേഷനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 108 മെഗാ പിക്സൽ AI റിയർ ക്യാമറയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് തന്നെ Mi 10T Pro ആണ് ഈ മോഡൽ. ഇതിൽ തന്നെ Mi 10T എന്ന് പറഞ്ഞിട്ട് പ്രോ അല്ലാത്ത മോഡലും ഉണ്ട്. അതിന് എത്ര മെഗാ പിക്സൽ ക്യാമറ വരുന്നത്? അത് 64 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. അതിൻ്റെ പ്രൈസ് എത്ര വരും? 35,999. അപ്പോൾ ഇതിൽ കുറവാണ്. അപ്പോൾ ക്യാമറ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ് ഈ ഒരു മോഡലിനകത്ത്. പിന്നെ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 865 എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സറാണ് വരുന്നത്. അത് 5G കണക്ടിവിറ്റി സപ്പോർട്ടുള്ള ഒരു പ്രോസസ്സറാണ്. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ 144 ഹെർട്സിൻ്റെ അഡാപ്റ്റീവ് സിങ്ക് ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു ഡിസ്പ്ലേയിലുള്ള ആ ഒരു പ്രത്യേകത നമുക്ക് ശരിക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് ഒരു കണക്ട് വരുന്നുണ്ടല്ലോ, ഇത് എന്ത് കണക്ടർ? ഇത് നമുക്കൊരു C ടൈപ്പ് കണക്ടറാണ് വരുന്നത്. നോർമൽ ജാക്ക് ഹെഡ്സെറ്റിന് പകരം ഇത് കണക്ട് ചെയ്തിട്ട് വേണം ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നവർക്ക് വേണം. 33 വാട്ട് സ്പ്ലിറ്റ് ചാർജിംഗ് ആണ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹെഡ്സെറ്റ് ഇല്ലല്ലോ? ഹെഡ്സെറ്റ് സെപ്പറേറ്റ് ആണ് സർ. സെപ്പറേറ്റ് ആണ്. ചാർജറൊക്കെ ഉണ്ടല്ലോ, ചാർജറൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. ഇപ്പോൾ അതാണല്ലോ മെയിൻ. കാശ് ഇത്രയും കൊടുത്ത് വാങ്ങുന്ന ഒരു ഫോണിന് നമുക്ക് ചാർജർ കിട്ടാതെ വരുമ്പോൾ ഉള്ള വിഷമം എല്ലാവർക്കും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇതാണ് ഫോൺ. ഉണ്ടോ? നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല ഡിസൈനാണ്. എൻ്റെ കയ്യിൽ പാടൊക്കെയായി അതായത് ഓൾറെഡി തൊട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും. വ്ളോഗ് നമുക്ക് വ്ളോഗേഴ്സിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഇതിൻ്റെ ക്യാമറയ്ക്കകത്തുണ്ട്. അതായത് നമുക്ക് ബൈ ഡിഫോൾട്ടായിട്ട് നമുക്ക് കുറച്ച് വ്ളോഗ് വിഷ്വൽസ്, അതായത് ഇവൻ തന്നെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് തരുന്ന തരത്തിലുള്ള കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അത് ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നമുക്കത് ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെയാണ് ഷൂട്ട് ചെയ്തതെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ Mi 10T Pro എന്ന് പറഞ്ഞ ഈ ഫോൺ നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ വേറെ കുറേ പ്രോഡക്റ്റുകളുണ്ട്. ഞാൻ ആ പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. N95 മാസ്ക് വരുന്നുണ്ട്, കണ്ടില്ലേ? ഇത് കണ്ടോ, N95 മാസ്ക്. ഇത് 2 എണ്ണമാണ്. ഇത് എത്ര രൂപ വരുന്നുണ്ട്? ഇത് എത്ര? 2 199 ഉള്ളൂ അല്ലേ? ഓക്കെ. പിന്നെ ഇവിടെ നമുക്ക് MI സ്റ്റോറിൽ നമുക്ക് കുറേ പ്രോഡക്റ്റുകൾ കാണാൻ പറ്റും. അപ്പോൾ MIയുടെ തന്നെ, അല്ലെങ്കിൽ MI എന്നല്ല, മീ എന്നാണ് പറയുന്നത്, മീയുടെ പ്രോഡക്റ്റുകൾ നമുക്ക് ഓഫ്ലൈനിൽ എന്തൊക്കെ പ്രോഡക്റ്റുകൾ കിട്ടുമോ ആ പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് ഈ സ്റ്റോറിൽ നിന്നും അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ എന്തൊക്കെ പ്രോഡക്റ്റുകൾ ഉണ്ടെന്നുള്ളത് അറിയാനായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അത് ഏതാ വെബ്സൈറ്റ്? local.me.com
local.mi.com local.mi.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോറുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റോറിൽ മീ സ്റ്റുഡിയോ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് നോക്കി അവിടെ നിന്നുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അതിവിടെ വന്ന് കളക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവർ നമുക്ക് കൊറിയർ ചെയ്ത് തരികയോ ചെയ്യും. കേരളത്തിൽ ഇപ്പോൾ നിലവിൽ മീ സ്റ്റുഡിയോസ് 4 എണ്ണമാണുള്ളത്. 2 എണ്ണം കൊച്ചിയിലും 2 എണ്ണം ട്രിവാൻഡ്രത്തും. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ 100ഓളം മീ സ്റ്റോഴ്സ് നമുക്ക് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ അവിടെ നിന്നും സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ ഇവർക്ക് ഇവിടെ കുറേ പ്രോഡക്റ്റുകളുണ്ട്. നമ്മൾ സാധാരണ ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മൾ വിചാരിക്കുന്നത് ഹെഡ്സെറ്റ്, പിന്നെ ബാൻഡുകൾ, എയർപോഡ് പോലത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ അതിലുപരിയായിട്ട് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റേറ്റവും വലിയൊരു പ്രോഡക്റ്റ്. MI പോർട്ടബിൾ ഇലക്ട്രിക് കംപ്രസർ, എയർ കംപ്രസർ. ഈ സാധനം വെച്ചിട്ട് നമ്മളുടെ കാറിൻ്റെ വരെ ടയർ ഇൻഫ്ലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ഇത് ജസ്റ്റ് നമ്മൾ 1 end ഡിപ്പ് ചെയ്തിട്ട് കാറിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ. എന്നിട്ട് പ്രഷർ സെറ്റ് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കാറിന്റെ ടയേഴ്സ് ആണെങ്കിൽ ഇപ്പൊ 2000 mAh ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ബാറ്ററി ഉണ്ട്. നമ്മൾ USB കേബിളിലാണ് ഇത് ചാർജ് ചെയ്യുന്നത്. നമുക്ക് ഇത് പോർട്ടബിൾ ആയിട്ട് കൊണ്ടു കിടക്കാം. ഇപ്പൊ രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടോർച്ചും ഉണ്ട് ഇതില്, നമുക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടില്ല. ഇത് നമ്മൾ ഒരു 5 minutes കൊണ്ട് കാറിന്റെ ഫുൾ ടയർ, അതായത് ഫുൾ എയർ പോയ ഒരു ടയർ ആണെങ്കിൽ 5 minutes കൊണ്ട് ഫുൾ എയർ ചെയ്യാൻ പറ്റും നമുക്ക്. ആണോ? അപ്പൊ എത്ര ടയർ? 5 ടയർ ഫുൾ ചാർജിൽ ഒറ്റ ചാർജിൽ ചെയ്യാം ആണല്ലേ? ബൈക്കിനാണെങ്കിൽ 8 times ചെയ്യാം ആണല്ലേ? ഓ അത് ശരി. അങ്ങനെയുള്ള ഭയങ്കര യൂസ്ഫുൾ ആണ്. പവർ ബാങ്ക് പോലെ നമുക്ക് എത്ര PSI വേണം എന്നുള്ളത് സെറ്റ് ചെയ്യാവുന്ന സാധനമാണ്. കൊള്ളാം, നല്ലൊരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ക്യാമറ. മീ ഹോം സെക്യൂരിറ്റി ക്യാമറ 360 ക്യാമറയാണ്. അപ്പോൾ ഇത് നമ്മൾ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോഷൻ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ഇത് നീങ്ങുമോ? അങ്ങനെയല്ലേ? ഇത് നമുക്ക് ഇത് ത്രൂവിൽ സംസാരിക്കാനും പറ്റും. ഫോണിൽ കൂടി ഫോണിൽ ഹലോ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഓൾറെഡി സ്പീക്കർ ഉണ്ട്. അത് നമുക്ക് വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ഹലോ. ഓ, അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ക്യാമറ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്തെങ്കിലും ഒരു മോഷൻ ഡിറ്റക്ഷൻ വന്നു, ഇവിടെ ഉണ്ട് ക്യാമറ അല്ലേ? ഓക്കെ. മോഷൻ ഡിറ്റക്ഷൻ വന്നു കഴിഞ്ഞാൽ ആരാണ് അവിടെ എന്ന് ചോദിക്കാം അല്ലേ? ഓ അത് ശരി. 360 ഡിഗ്രി. ഓ, അപ്പം അവിടെ ക്യാമറ ഉണ്ട്. അതിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആരാണ് അവിടെ, നീ എന്താണ് അവിടെ ചെയ്യുന്നത് എന്ന് വേണം നമുക്ക് ചോദിക്കാം. അങ്ങനെയുള്ള സൗകര്യമുള്ള ഒരു ക്യാമറയാണ്. ആ ക്യാമറയ്ക്ക് എന്ത് വിലയുണ്ട്? 2899. ഇതിനോ? ഈ എയർപോർട്ട് 2499. പിന്നെ എന്താണ്? പിന്നെ ഒരു വയർലെസ് ചാർജർ നമുക്ക് ഇവിടെ കാണാം. 30 watts വയർലെസ് ചാർജർ. പിന്നെ ഇവിടെ കുറേ മൊബൈൽ ആക്സസറീസ് ഉണ്ട്, അതായത് ചാർജേഴ്സ്, അഡാപ്റ്റേഴ്സ്, പിന്നെ കേബിളുകൾ, പിന്നെ കാർ ചാർജറുകൾ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. 18 watts ആണ്. കാരണം നമ്മളിപ്പോ നോർമൽ ഒരു കാറിൽ ഇപ്പൊ നമ്മൾ ഒരു സ്ഥലം വരെ പോകാൻ നേരത്തെ ഇപ്പൊ അത്യാവശ്യമായിട്ട് കുത്തിയിട്ട് കഴിഞ്ഞാൽ മാക്സിമം 10 to 50% കയറും. ഇത് നേരെ ഡബിൾ ഹാഫ് 30. വിലയുണ്ട്. ഇത് 699 ഉണ്ട്. ഓക്കെ. പിന്നെ വന്നിരിക്കുന്നത് ഇയർബഡ്സ് അല്ലേ? ഇയർബഡ്സ് കുറെ മോഡൽസ് ഉണ്ട്. 2 models 2C ഉണ്ട് സർ, ഇയർബഡ്സ് ഉണ്ട്. ഈ S എന്ന് ഇയർബഡ് S ഉദ്ദേശിക്കുന്നത് കുറച്ചും കൂടി ഡൈനാമിക് ബാസ് കൂടുതലായിരിക്കും. ഇത് അതിന്റെ തന്നെ ലോവർ വേരിയന്റ്. എന്ത് വിലയുണ്ട് ഇതിനൊക്കെ? 1500, ഇത് 1800. ഓ അത് ശരി. അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പും കിട്ടും അല്ലേ? ഇത് എല്ലാ ഫോണുമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും? എല്ലാ ഫോണിലും യൂസ് ചെയ്യാം ഇല്ലേ? ഓക്കെ. പിന്നെ നമുക്ക് കാണാവുന്നത് ഒരു മീ ബിയർഡ് ട്രിമ്മർ. കൊള്ളാം. 2 മോഡലാണ് ഉള്ളത്. വാഷബിൾ ഉണ്ടല്ലേ? ഇത് വാഷബിൾ ആണ്, മറ്റേത് ഹെഡ് മാത്രം വാഷിംഗ്. ഓ കണ്ടില്ലേ, നോക്കട്ടെ. 40 ലെങ്ത് സെറ്റിംഗ്സ്, 90 minute കോർഡ്ലെസ് യൂസ്. അതായത് ഇതിനകത്ത് ബാറ്ററി ഉണ്ട്. അപ്പോൾ ഇതെന്ത് വിലയുണ്ട്? 1440. ഇതിനൊക്കെ എന്താ വാറണ്ടി ഉണ്ടോ ഈ സാധനങ്ങൾക്കൊക്കെ? ആക്സസറീസിനല്ല. അപ്പോൾ സർവീസ് സെന്ററിൽ കൊണ്ടുപോകണം. കംപ്ലൈന്റ് വന്നാൽ പുതിയ പീസ് തരും 6 മാസത്തിനുള്ളിൽ. റിപ്പയറിംഗ് ഒന്നുമില്ല. കൊള്ളാം. അപ്പോൾ ഇത് ചാർജർ അടക്കം വരുന്നുണ്ട് ഇതിന് അല്ലേ? നമ്മൾ ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. ഓക്കെ. പിന്നെ എന്താണ് ഈ കാലത്തിന് അനുയോജ്യമായ പ്രോഡക്റ്റ്? ഇതെങ്ങനെ ശരിക്കും വർക്ക് ചെയ്യുന്നത്? ടച്ച്ലെസ് കൈവെക്കും, ഓട്ടോമാറ്റിക്കലി സോപ്പ് ഡിസ്പെൻസർ. ഇതിന്റെ മുകളിലാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഫോമിംഗ് ഹാൻഡ് വാഷാണ്. ഇതിന്റെ മുകളിൽ കണക്ട് ചെയ്യുന്നത്. നമ്മൾ സാധാരണ കൈ വെക്കുന്ന നമ്മൾ ഹോട്ടലിലൊക്കെ ചെന്ന് വെക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സോപ്പ് വേറെ ഫില്ല് ചെയ്താൽ മതി അല്ലേ? ഫോം ഫില്ല് ചെയ്യണം. ഫോമിന്റെ മുകളിൽ ഇങ്ങനെ വരും. ഓക്കെ. ഫോമിന്റെ മുകളിൽ കണക്ട് ചെയ്യും. കൈ വെക്കുമ്പോൾ സെൻസ് ചെയ്ത് നമ്മുടെ ആണല്ലേ? അതെന്ത് വിലയുണ്ട് അതിന്? 300 ml ഫോമും കൂടി ഇതിന്റെ ഒപ്പം വരുന്നുണ്ട്. സെപ്പറേറ്റ് ഫോം വേണമെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ്. പാക്ക് ഓഫ് 3 ഒക്കെ ആണല്ലേ? അത് വേറെ ആണെങ്കിൽ നമുക്ക് വാങ്ങിച്ചിടുകയും ചെയ്യാം അല്ലേ? പിന്നെ ഉള്ളത് ഇവിടെ മീയുടെ TV സ്റ്റിക്ക് ഉണ്ട്, ആൻഡ്രോയിഡ് TV. പിന്നെ അതേപോലെ തന്നെ ബോക്സ് ഉണ്ട്.
ഇതെൻ്റെ വീട്ടിലുണ്ട്. ഇത് ഞാനിപ്പോൾ ഒരെണ്ണം വാങ്ങണം. മീ ബോക്സ് 4K. ഇത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. നമുക്ക് എന്താ പറയുക, ആൻഡ്രോയിഡ് TV അല്ലാത്ത ആൾക്കാർക്ക്, സാധാരണ സ്മാർട്ട് TV അല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് നോർമൽ TV നമുക്ക് എന്താ പറയുക ആൻഡ്രോയിഡ് TV പോലെ സ്മാർട്ട് TV ആക്കാൻ പറ്റിയൊരു സാധനമാണ്. ഇതിൽ 4K സപ്പോർട്ട് ഉണ്ട്. നമുക്ക് വോയിസ് അസിസ്റ്റൻ്റ് ഉണ്ട്. നമ്മളിവിടെ നേരത്തെ ഇവിടെ നമുക്ക് നമ്മുടെ വീഡിയോ പ്ലേ ആവുന്നുണ്ടല്ലോ. ഇത് നമുക്ക് റിമോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് യൂട്യൂബ് ഉൾപ്പെടെയുള്ള എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് ഒരു വൈഫൈ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വളരെ എന്താ പറയുക ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഈ മീ TV സ്റ്റിക്കും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബേസിക്കലി ഇത് ഫുൾ HD ആയിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. മീ TV സ്റ്റിക്ക് ബോക്സ് എന്ന് പറയുമ്പോൾ 4K ഔട്ട്പുട്ട് ആണ്. പിന്നെ സൗണ്ടിന്റെ കാര്യത്തിലാണെങ്കിൽ ഇതിൽ നിന്ന് ഡയറക്റ്റ് ഔട്ട് ഇല്ല, ഇതിൽ നിന്ന് ഡയറക്റ്റ് ഔട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആണ്, നമുക്ക് എവിടെയും ക്യാരി ചെയ്യാം, കൊണ്ടുപോകാൻ പറ്റും. ഇത് എപ്പോഴും നമ്മൾ വെക്കുന്നത്. പക്ഷേ ഇതമ്മ പൊക്കിയെടുത്തോണ്ട് പോകാന്നല്ലേ, ചെറുതല്ലേ, ഇത്രയല്ലേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് കാണുന്നത് ഇതെന്താണ്? സ്ക്രൂ ഡ്രൈവർ. ഓക്കെ, നമുക്ക് 24 പ്രിസിഷൻ ബിറ്റ്സ് ഉണ്ട്. നമുക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സ്ക്രൂ ഡ്രൈവേഴ്സ് ആണ് കാണുന്നത്. പിന്നെ ഇതിൻ്റെ എല്ലാം എന്താ പറയുക ഡെമോ നമുക്കിവിടെ കാണാൻ സാധിക്കും. കുറേ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഈവൻ ട്രിമ്മർ ആണെങ്കിൽ പോലും നമുക്കിവിടെ വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയുണ്ട് സാധനം എന്നൊക്കെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആണല്ലേ, കൊള്ളാം കേട്ടോ, നല്ല ഹാൻഡിയാണ്. കൊള്ളാം. പിന്നെ പിന്നെ നമുക്കിവിടെ വരുമ്പോഴത്തേക്കിന് നമുക്കിവിടെ കുറേ സാധനങ്ങൾ കാണാം. ഇതെന്താണ്? വാട്ടർ പ്യൂരിഫയർ ആണോ? അത് ശരി. ഓക്കെ, അപ്പോൾ അത് 3 ഫിൽറ്ററാണ് വാട്ടർ പ്യൂരിഫയറിൽ വരുന്നത്. PAC, PPC ആണല്ലേ. RO+UV. നമുക്ക് ഫോണിൽ കൂടി തന്നെ കാണാൻ പറ്റും ഇതിന്റെ ലെവൽ കുറയുന്നതും ഫിൽറ്റർ മാറ്റേണ്ട സമയം. 1 ഇയർ ലൈഫ് ടൈമാണ് ഫിൽറ്റർ പറയുന്നത്. നമുക്ക് തിരിച്ച് ഫിൽറ്റർ മേടിച്ചിട്ട് സ്വന്തമായിട്ട് ഇടാന്നുള്ളൂ. ഇവരുടെ പ്രോഡക്റ്റുകളുടെ എല്ലാം ഹൈലൈറ്റ് എന്താണെന്നറിയോ? ഇതെല്ലാം നമുക്ക് ഇവരുടെ ആപ്പ് വഴി നമ്മുടെ ഫോണിലൂടെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. ഈവൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇത് കണ്ടില്ലേ, ഇതൊരു എയർ പ്യൂരിഫയർ ആണ്. നമുക്കൊരു 480 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഒരു വലിയൊരു റൂം, നമുക്ക് ആ റൂമിലെ എയർ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എയർ പ്യൂരിഫയർ ആണ് ഈ കാണുന്നത്. ഇത് നമുക്ക് ഫോണിലൂടെ ഓപ്പറേറ്റ് ചെയ്യാം അല്ലേ? ആ ആപ്പിലൂടെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും ഉപകാരപ്രദമാകുന്ന പ്രോഡക്റ്റുകളിലൊന്നാണ് ഈ എയർ പ്യൂരിഫയർ എന്ന് പറയുന്നത്. ഹെൽപ്ഫുൾ ആണ്. പിന്നെ നമുക്കിവിടെ ഇവരുടെ കുറേ ഷൂസ് കാണാം. കുറേ മോഡൽസിലുള്ള ഷൂസ് നമുക്കിവിടെ കാണാം. ഇതെല്ലാം MI ബ്രാൻഡ് ഷൂസാണ് അല്ലേ? MIക്കൊക്കെ ഷൂസ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത്. 2-3 മോഡൽസ് ഇവിടെ ഉണ്ട്. പിന്നെ ഒരു ലാപ്ടോപ്പ് ബാഗ് നമുക്കിവിടെ കാണാം. പിന്നെ ഒരു ഇത് കൊള്ളാമല്ലോ, ലഗേജ് ബാഗ്. ഇത് ഒരെണ്ണേ ഉള്ളൂ ആണല്ലേ? ലൈറ്റ് വെയിറ്റ് ആണ്. TSA ലോക്കുള്ള ടൈപ്പാണ്. ഇത് എന്ത് വില വരുന്ന? ഇത് 4300 സാർ. ആണോ? ഇതിന് ആപ്പുമായിട്ട് വല്ല കണക്ഷനും ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ലല്ലോ അല്ലേ? വേണമെങ്കിൽ നമുക്ക് ആപ്പ് വഴി ഇതിന് ലോക്കൊക്കെ കണക്ട് ചെയ്യിപ്പിക്കാൻ വേണമെങ്കിൽ ആ പരിപാടിയൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഇറക്കും. പിന്നെ നമ്മൾ കണ്ടു ഓൾറെഡി നമുക്കിവിടെ ടെലിവിഷൻസ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ റെഡിലി അവൈലബിൾ ആയിട്ട് നമുക്ക് സാധനം കിട്ടും. മിക്കവാറും എന്താ പറയുക അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമുക്ക് ഈ ഒരു ടെലിവിഷനൊക്കെ നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ സ്റ്റോറിൽ വന്നാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ മീയുടെ പവർ ബാങ്ക്, പിന്നെ അതേപോലെ തന്നെ ലാപ്ടോപ്സ് എത്ര മോഡൽസ് അവൈലബിൾ ആണ്? 5 മോഡൽ അവൈലബിൾ ആണ്. ആണല്ലേ? i5ഉം i7ഉം സ്റ്റോഴ്സിൽ അവൈലബിൾ ആണ്. ഓക്കെ, i3 അവൈലബിൾ ആണ്. ഓക്കെ, അത് തന്നെ 2 വേർഷൻസ് അവൈലബിൾ ആണ്. സ്ക്രീനുള്ള ഹൊറൈസൺ മോഡലുണ്ട്. ആണല്ലേ? ഓക്കെ, അപ്പോൾ ആ ലാപ്ടോപ്സ് ഇവിടെ വന്നിട്ട് നമുക്ക് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോകാനുള്ള സൗകര്യമുണ്ട്. പിന്നെ അത് ഇവരുടെ സ്മാർട്ട് ബാൻഡ് ഇവിടെ ഉണ്ട്. ലാപ്ടോപ്പിൽ വരുന്നത് i5 പ്രോസസറും 10th ജനറേഷൻ ആണ്. ഓക്കെ, 8GB 256 SSD തൊട്ട് സ്റ്റാർട്ടിംഗ് വേരിയന്റ് ഉണ്ട്. ഇതിന് എന്ത് വാറണ്ടി ഉണ്ട്? ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും 3 years വരെ. 1 year നോർമൽ വാറണ്ടി. നമുക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയറും തേർഡ് ഇയറും എടുക്കാൻ പറ്റും. എന്ത് പ്രൈസ് റേഞ്ചാണ് വരുന്നത്? 1200, 2200 അങ്ങനെയാണ്. അല്ല, പ്രൈസ് റേഞ്ച് എന്താ വരുന്നത് ഇതിന്റെ ലാപ്ടോപ്പിന്റെ? 44,999 സ്റ്റാർട്ടിംഗ് പ്രൈസ്. ബേസ് വേരിയന്റ് ആണല്ലേ? 256 SSD വരുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് 512 ഉണ്ട്. 250 ഗ്രാഫിക്സ് കാർഡ് വരുന്നുണ്ട്, MX250. ഓക്കെ, അങ്ങനെ വേരിയൻസ്. ഓക്കെ, താങ്ക് യു. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് കുറേ വാച്ചസ് കാണാൻ സാധിക്കും. ഇവിടെ എന്താ? ഗൂഗിൾ അസിസ്റ്റന്റ്. മീയുടെ. അതെ, ഓക്കെ ഗൂഗിൾ. സുജിത് ഭക്തൻ. On the website thenewsminute.com, they say, a heartwarming and rather jolly video from popular travel vlogger Sujith Bhakthan has been making the rounds on eternally fertile and entertaining Malayalam social media.
കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ആരാണ് സുജിത് ഭക്ത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും നമ്മുടെ ഈ ഒരു സാധനം പറഞ്ഞ എന്താ പറയുക ഉത്തരമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതിന്റെ പേരെന്താണ് ശരിക്കും ഈ ഡിവൈസിന്റെ? സ്മാർട്ട് സ്പീക്കർ. സ്മാർട്ട് സ്പീക്കർ. ഓ, ഇത് നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കറായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ അലക്സ പോലെ തന്നെ അല്ലേ? കണക്ഷൻ വേണം സാർ. ഓ ഓ, ബാറ്ററിയിലല്ല. ഓക്കെ, പ്ലഗ്-ഇൻ കൊള്ളാം അല്ലേ? ഫോണിൽ ഇത് എന്ത് വിലയുണ്ട്? ഇത് 3999. ഓക്കെ. പിന്നെ നമുക്കിവിടെ കുറേ വാച്ചസ് നമുക്കിവിടെ കാണാം, സ്മാർട്ട് വിയറബിൾസ്. നമ്മൾ നേരത്തെ കണ്ട പോലെ ബാൻഡ് അല്ലാതെ കണ്ട് ഇതൊന്ന് കാണാൻ പറ്റുമോ? ഇതെങ്ങനെ ഇതിന്റെ സംഭവം? ഇത് ഡിജിറ്റൽ ആണല്ലേ? ഓ, ഞാൻ വിചാരിച്ച മറ്റേ നോർമൽ ആയിരിക്കും. അല്ല, ഡിജിറ്റൽ സ്ക്രീൻ ആണോ അത്? AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. Gorilla Glass 5 ആണ് കൊടുത്തിരിക്കുന്നത്. സ്ക്രാച്ച് ലെസ്റ്റ് ആണ്, റെസിസ്റ്റന്റ് ആണ്. പിന്നെ നമുക്ക് നമ്മുടെ ഹാർട്ട് റേറ്റ് സെൻസിംഗ് ഒക്കെ കുറച്ചും കൂടി ആക്യുറേറ്റ് ആണ്. ഇപ്പൊ സ്വിമ്മിംഗ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രോക്സ് വൈസ് ലാപ്സ് എടുക്കാം നമുക്ക് ഈ ഫോണിൽ. ഓക്കെ. പിന്നെ ഫോണായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് വാച്ച് ഫേസസ് എല്ലാം യൂസ് ചെയ്യാം. വാട്ടർ റെസിസ്റ്റന്റ് ആണോ? വാട്ടർ റെസിസ്റ്റന്റ് ആണ്. ഓക്കെ. ഇതെങ്ങനെ വേണമെന്നേ? ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്യാം. ഓ, ഇല്ലേ? ഇതിപ്പോ നമുക്ക് ഇതുപോലെ കുറെ വാച്ച് ഫേസസ് സെറ്റ് ചെയ്യാം. നമുക്കിത് മാറ്റാം. അത് കൊള്ളാം കേട്ടോ. ഇത് എന്ത് വില വരുന്നുണ്ട്? ഇത് 9999. 10,000 രൂപ. ഓക്കെ. 1 വർഷം വാറണ്ടിയാ? 1 ഇയർ വാറണ്ടി? 6 months. 6 months ഉള്ളൂ ഇതിന്. ഓക്കെ. ഇത് പല കളറിൽ അവൈലബിൾ ആണ് അല്ലേ? രണ്ട് കളർ, ബ്ലാക്കും ബ്ലൂവും. ഓക്കെ. പിന്നെ ഇവിടെ ഇവരുടെ മൊബൈൽ ഫോണുകളൊക്കെ ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വന്ന് കണ്ട് നോക്കി എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാം. അപ്പോൾ മീയുടെ പ്രോഡക്ട്സ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ local.me.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നോക്കാം. കേരളത്തിനുള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആ പ്രോഡക്ട്സ് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോറുകളിൽ അവൈലബിൾ ആണോ നോക്കാം. ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി കളക്ട് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരും. പിന്നെ അതുമല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് സ്റ്റോർ വിസിറ്റ് ചെയ്താൽ ഈ പ്രോഡക്ട്സ് എല്ലാം വാങ്ങാനും സാധിക്കും.